ഗായ്സ് നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഈ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു ഇമേജും ഇത് നമ്മൾ വളരെ എങ്ങനെ ഈസി എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും കട്ട് ചെയ്ത് ഒരു ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് അതിനുള്ള ചെയ്യാൻ പോകേണ്ടത് നോക്കാം. ആദ്യം ഞാൻ ഈ ഇമേജ് എടുത്തിട്ട് ഫോട്ടോഷോപ്പിലേക്ക് ഡ്രാഗ് ചെയ്തിരുന്നു. ഇനി ഇത് ഡ്രാഗ് ചെയ്യാൻ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. നമ്മളതിനായി ഗൂഗിളിൽ ഫോട്ടോ റൂം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫോട്ടോ റൂം സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സൈറ്റ് കിട്ടും. ഇത് പെയ്ഡ് ആയിട്ടുള്ളൊരു സൈറ്റാണ്. പക്ഷെ നമുക്ക് ഇതിൽ നിന്നും ഇമേജ് ക്ലാരിറ്റി കുറഞ്ഞിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് നമുക്കൊരു ഇത് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സൈൻ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി സൈൻ ചെയ്താലും മതി. ഇനി ക്രിയേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ഉണ്ടാവും. ഇനി നമ്മളുടെ ഇമേജ് എടുത്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ 2 ലെയറായിട്ട് കാണാം. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ലെയർ റൈറ്റ് സൈഡിൽ കാണാം. അതിൽ വൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് അടിക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ ട്രാൻസ്പെറൻ്റ് ആയി. ഇത് നമ്മൾ ഇതേപോലത്തെ ഈ ഒരു പ്രൊപ്പോർഷൻ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഹൈ ഡെഫിനേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോ വെർഷനാണ്, പൈസ കൊടുക്കണം. പ്രിവ്യൂ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. PNG തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. അവിടെ PNG എന്നൊരു സാധനം വരും കണ്ടോ, ബെസ്റ്റ് ഇമേജ് ഫോർ PNG. അപ്പോൾ പ്രിവ്യൂ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാൻ PNG ഡൗൺലോഡ് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു ഇമേജ് നേരെ വലിച്ച് ഡ്രാഗ് ചെയ്തിട്ട് അപ്പോൾ കണ്ട നമുക്കിവിടെ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഇമേജ് അല്ല യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇത് ക്ലാരിറ്റി ഇല്ല. നമ്മൾ സൂം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഡൗൺലോഡ് ചെയ്ത സാധനത്തിന് ക്ലാരിറ്റി ഇല്ല. കണ്ടോ വ്യത്യാസം കണ്ടോ. പക്ഷെ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള PNG ഫയൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, സെലക്ഷൻ റെഫറൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോൾ ഹോൾഡ് ചെയ്ത് തംബ്നെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ഷൻ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് പോയിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ശ്രദ്ധിക്കണം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വേണം സെലക്ട് ആൻഡ് മാസ്കിൽ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ ക്ലിക്ക് ചെയ്താൽ നേരെ മറ്റേ പുതിയ ആ ഒരു ഇതൊക്കെ പോവുക. അതൊരു സുഖമില്ലാത്ത പരിപാടിയാണ്. ഭയങ്കര ഹാങ് ആവുന്നൊരു റിഫൈൻ എഡ്ജ് സംഭവമാണിത്. അപ്പോൾ എനിക്ക് ആ പഴയ ഇതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ നേരെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സെലക്ട് ആൻഡ് മാസ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റിഫൈൻ എഡ്ജിൻ്റെ ഇത് വരും കണ്ട. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഫെദർ കൂട്ടുക, കുറച്ച് കോൺട്രാസ്റ്റ് കൊടുക്കുക, കുറച്ച് ഷിഫ്റ്റ് കുറക്കുക. ഇത് ഓരോ ഇമേജിനും ഓരോന്നായിരിക്കും കേട്ടോ. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇനി നേരെ മാസ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് സോളിഡിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം കേട്ടോ. നമുക്ക് ഇനി ഈ ഇമേജ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏതൊരു മാനിപ്പുലേഷനിലോ ഏത് പോസ്റ്ററിലാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി വേറൊരു ഇമേജ് നോക്കാം. നമുക്കിനി ഈ ഒരു ടൈഗറിൻ്റെ ഇമേജ് നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ നേരെ ഫോട്ടോഷോപ്പിലേക്ക് ഇത് ഡ്രാഗ് ചെയ്തിടുന്നു, ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഫോട്ടോ റൂമിൽ വന്നിട്ട് ഈ ഒരു വിൻഡോയിൽ നമ്മൾ ഈ ഒരു ടൈഗറിനെ പേസ്റ്റ് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്തിടുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏരിയാസ് നമുക്ക് വീണ്ടും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വീണ്ടും ടൈഗറിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എഡിറ്റ് കട്ടൗട്ട് ഉണ്ടാവും. എഡിറ്റ് കട്ടൗട്ടിൽ പോയാൽ ഇവിടെ റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ട്. എനിക്ക് കാല് വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയയും കൂടി കിട്ടണം. ജസ്റ്റ് അവിടെ ലൈൻ ഇട്ടു. അപ്പോൾ നോക്കിക്കോളൂ, ആ ഒരു ഏരിയ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കയറി വന്നു. അത് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ നേരെ റൈസിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു കണ്ട. അപ്പോൾ ഇവിടെ പോയി. അവിടെ പോകുമല്ലോ അല്ലേ, അവിടെ ഓക്കെ. അപ്പോൾ നമ്മൾ വാല് പോയി. അപ്പോൾ റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക, വാല് വരച്ചു കൊടുക്കുക. അപ്പോൾ വാല് കിട്ടി. അപ്പോൾ മറ്റടുത്ത് പോയി. അപ്പോൾ നമ്മൾ റീസ്റ്റോർ എടുക്കുക, ആ ഒരു ഏരിയ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സെലക്ഷൻ കിട്ടും. ഓക്കെ, ഇനി കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യുമ്പോൾ സെലക്ഷനൊക്കെ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ നേരെ പ്രിവ്യൂ എടുത്ത് ഡൗൺലോഡ് കൊടുക്കുക, സേവ് ആസ് കൊടുക്കുക, സേവ്. നേരെ
ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിടുക. അപ്പോൾ നേരെ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ടാവും ആ ഒരു സെലക്ഷനിൽ. കണ്ടോ, നമ്മൾ നേരെ സെലക്ഷൻ കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, നേരെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ആൻഡ് മാസ്ക് ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് ഫെദർ, കുറച്ച് കോൺട്രാസ്റ്റ്, കുറച്ച് ഷിഫ്റ്റ് അടിച്ച് ക്ലിക്ക് ചെയ്ത് മാസ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആ ഒരു രോമം കറക്റ്റായിട്ട് കിട്ടില്ലല്ലേ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ആ ഒരു സെലക്ഷൻ ഒരു 90-98% പരിപാടി ഇതിൽ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാം. ഇനി നമ്മളുടെ ഫോട്ടോ റൂമിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ടൈഗർ നമ്മൾ സെലക്ട് ചെയ്തല്ലോ. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് AI ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകൾ ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. നമ്മളിവിടെ ക്രിയേറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് മാനുവലിൽ ക്ലിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇമേജ് റെഫറൻസ് വേണമെങ്കിലും കൊടുക്കട്ടോ. അപ്പോൾ നമ്മളൊരു റെഫറൻസ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഷിപ്പ് തന്നെ ആയിക്കോട്ടെ. ആ ഷിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റെഫറൻസ് ആയിട്ട് കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. കണ്ടോ, ആ ബാക്ക്ഗ്രൗണ്ട് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് കണ്ട. ഇനിയും കൂടുതൽ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം പോയത് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് AI ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ക്രിയേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മാനുവലിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ, ഫയർ ഓൺ ജംഗിൾ. ഓക്കെ, നോക്കാം. നമുക്ക് ഒരു തീ വരുന്ന കാടുണ്ടോ നോക്കട്ടെ. വേണ്ട, ബാക്കിലൊരു ഫയർ വരുന്നുണ്ട. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ബാക്ക്ഗ്രൗണ്ട്, ഏത് ഇത് വേണമെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിർത്താൻ പറ്റും. നമുക്കിനി പ്രൊഡക്റ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഞാൻ അവിടെ ഒരു പെർഫ്യൂം ബോട്ടിലിൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നേരെ ഫോട്ടോ റൂമിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ചെരിവുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഈ ചെരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കുറച്ച് വലുപ്പം കൂട്ടാം. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് റൈസ് അടിച്ചു. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ AI ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, മാനുവൽ അടിക്കുക, പെർഫ്യൂം ബോട്ടിൽ അണ്ടർ ദി ലീവ്സ്. ഓക്കെ, അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി ലീവ്സ് നമുക്ക് നോക്കാം. ഇതിലാകെ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതൊരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പെർഫ്യൂം ബോട്ടിൽ ലൈസ് ഓൺ എ ഫർ കുഷ്യൻ. ഓക്കെ, പക്ഷേ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്കിങ്ങനെ എന്താ പറയുക, ഓരോ എക്സ്പെരിമെൻറ്റും നിങ്ങൾ സ്വയം നടത്തുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുക. എന്തായാലും ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു വഴിയാണ്. സിമ്പിളായിട്ടുള്ളൊരു വഴി ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയേക്കാനൊന്നല്ല, ഞാനിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇമേജ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് വളരെ ഭയങ്കര ഒരു ഉപകാരപ്പെട്ട സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇനി പെൻ ടൂളോ ലാസോ ടൂളോ അതൊന്നും വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു കട്ടിങ് വേണ്ട. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയ സാധനം വെച്ചിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ വരുത്താൻ പറ്റുന്നല്ലാതെ ഈ ഒരു ടൂൾ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഉപകാരം വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇത് നമ്മളുടെ വർക്ക് ഫ്ലോയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിലുള്ള സെലക്ഷന് എടുത്താലും നമുക്ക് ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ സെലക്ഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, കണ്ടോ, ആ ഒരു സെലക്ഷൻ അത്ര പെർഫെക്റ്റ് അല്ല. ഇവിടെയൊക്കെ മീശിൻ്റെയൊക്കെ കട്ട് ചെയ്ത് പോയി. പിന്നെ നമ്മൾ റിഫൈൻ ചെയ്യാൻ നിൽക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നമ്മളുടെ ക്ലൗഡിലുള്ളതാണെന്നുണ്ടെങ്കിൽ പോലും, ക്ലൗഡിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, നോക്കാം നമുക്ക്. ക്ലൗഡിലാണെങ്കിൽ പോലും അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല, കണ്ടോ. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, ഫോട്ടോ റൂം നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.